നമസ്കാരം, എൻ്റെ പേര് രാജീവ് ശ്രീനിവാസൻ. ഇത് ശ്രീ അനിൽ പണ്ടാല, ഇത് ശ്രീ ഹരി ഗോപിനാഥൻ. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വികസനത്തിനെ പറ്റി സംസാരിക്കാനാണ്. എല്ലാവരും വികസനം വികസനം എന്നിങ്ങനെ പറയാറുണ്ട്. എന്താണ് ഈ വികസനം? അതുകൊണ്ട് സാധാരണ മനുഷ്യന് എന്ത് പ്രയോജനമാണ്? അതാണ് ഞങ്ങൾ ഇവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ശ്രീ അനിലിനോട് ചോദിക്കട്ടെ. അപ്പൊ അതിനു മുൻപ് ഞാൻ അനിലിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് അനിൽകുമാർ പണ്ടാല. ഞാൻ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അത് ILFS ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു ചുമതലയോടുകൂടിയാണ് ഞാൻ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നത്. 470 കോടി രൂപ ആ പ്രോജക്റ്റിൽ ഞാനിവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും ഞങ്ങളുടെ പ്രോജക്റ്റ് തന്നെയായിരുന്നു. അതിലും കൂടെ ചേർന്നിട്ട് മൊത്തം തിരുവനന്തപുരത്ത് 870 കോടി രൂപയുടെ ഞാൻ ഇവിടെ മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും സക്സസ്ഫുൾ പ്രോജക്ട്സ് ആയിരുന്നു. വികസനത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, വികസനം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ജോബ് ക്രിയേഷൻ, അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. പക്ഷേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അവിടെ നമുക്ക് അതിന് വേണ്ട സ്കിൽസ് വേണം, അതിനുള്ള നൈപുണ്യം വേണം. അപ്പം സ്കിൽസും ജോബ് അവൈലബിലിറ്റിയും കൂടെ ചേരുമ്പോഴാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം വരുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇതൊരു സൈക്കിളായി മാറും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ സ്കിൽസ് തനിയെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇതൊരു സൈക്കിളായി മാറുമ്പോൾ ആരാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ലോക്കൽ ബോഡീസാണ്. പഞ്ചായത്തായാലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റീസ് ആയാലും അവർക്ക് കൂടുതൽ റവന്യൂസ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാധാരണക്കാരന് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടും. അപ്പോൾ ഇത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്കിൽസ് അവൈലബിൾ ആക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരിക, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്കോസിസ്റ്റം വരിക എന്നുള്ളതാണ്. അതേ ചോദ്യം ശ്രീ ഹരി ഗോപിനാഥൻ. ഹരി സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമസ്കാരം, എൻ്റെ പേര് ഹരി ഗോപിനാഥൻ. ഞാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് പ്രധാനമായിട്ടും അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഒരു എഞ്ചിനീയറായിട്ട് തുടങ്ങി. ഇപ്പം അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം തിരിച്ച് അമേരിക്കയിലാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ CTO ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിവിടെ ജനപ്രതിനിധികളും കൂടെ തന്നെ ഈ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ പല ഈ വലിയ ബഹുരാഷ്ട്ര കമ്പനികളിലെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഓറക്കിളും നിസാനും ആണ് നമ്മുടെ ആ ഒരു ഇനിഷ്യേറ്റീവിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ജോബ് ക്രിയേഷൻ കാര്യം ശ്രീ അനിൽ പറഞ്ഞതുപോലെ ശ്രീ അനിൽ പറഞ്ഞ പോലെ ഡെവലപ്മെന്റിന്റെ എന്റെ അഭിപ്രായത്തിൽ ജോബ് ക്രിയേഷനാണ് ഏറ്റവും കൂടുതലും ഒരു സ്ഥലത്തിന്റെ ഒരു ഹെൽത്ത് പറയുന്നത്, എൻ്റെ ഒരു ആരോഗ്യകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടാക്സ് ഒരുപാട് കിട്ടും, ആ സ്ഥലത്തിനുള്ള വികസനത്തിനുള്ളത്. പിന്നെ ഈ ഇവിടുന്ന് പുറം ലോകത്ത് പോയിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം അത് കുറയും. ഇവിടെ തന്നെ ജോലി ചെയ്ത് ഒരു മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ അതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ ജോബ് ക്രിയേഷൻ ആയിട്ടാണ്, തൊഴിൽ സാധ്യത. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാന മാനദണ്ഡമായിട്ട് ഞാൻ കരുതുന്നു. നന്ദി. എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഹരിയെ പോലെ തന്നെ വളരെ നാൾ അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. IT ഞാൻ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ആയിട്ട് കുറേ നാൾ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ പല IIMs പഠിപ്പിക്കുന്നുണ്ട്. ഇന്നവേഷനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഞാനൊരു കോളമിസ്റ്റ് കൂടെയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം എന്നുള്ള ഈ നഗരത്തിന് എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ ഭൂമിയിൽ നിന്ന് റിയൽ എസ്റ്റേറ്റിന്റെ വാല്യൂ കൂടുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ജോലി സാധ്യത കൂടുമ്പോഴും ഇവിടെ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം, ഇവിടെ ഒരു നല്ല ഒരു വേൾഡ് ക്ലാസ് ഒരു സിറ്റി ആക്കി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പം ഹരി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ രണ്ടുപേരും പറഞ്ഞതുപോലെ, ഡെവലപ്മെന്റിന്റെ ഒരു ഉദ്ദേശം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. അപ്പൊ ഞാനൊന്ന് ഹരിയോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഡെവലപ്മെന്റ് നമ്മൾ വിചാരിച്ച പോലെ, ടെക്നോ പാർക്കിന് കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച പോലെ അപൂർവപൂർവമായിട്ട് മുമ്പോട്ട് പോകാത്തത്?
ഡെവലപ്മെന്റ് വികസനം എന്തുകൊണ്ട് പറ്റിയില്ല? ഇത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് അത് പലവിധത്തിലും ഈ ഒരു ഭാഗ്യവശാൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. ചിലത് ഈ നമ്മൾ മനഃപൂർവ്വം ഒരു ദിശയിലേക്ക് പോയി അത് മുരടിച്ചു പോയി. ഇപ്പൊ ടെക്നോ പാർക്ക് ഒരു നല്ലൊരു എക്സാമ്പിളാണ്. ഇപ്പം ടെക്നോ പാർക്കിന്റെ ഒരു ആദ്യകാലങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്കും കേരളത്തിൽ ഇതുപോലൊരു സംരംഭം ഇല്ലാത്തത് കൊണ്ട് ഈ കെട്ടിടങ്ങളിൽ വരുന്നതും IT ജോലി എടുക്കുന്നതും ഒക്കെ ആദ്യത്തെ ഒരു പുതുമയായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഇവിടെ 140 ചിലവാന MLA മാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവരുടെ മണ്ഡലത്തില് ഒരു ടെക്നോ പാർക്ക് വേണമെന്ന് ഇവര് ശരിക്കും. പിന്നെ ഇതിന് കുറച്ച് അവിടെ ആ ലോക്കൽ ബിസിനസ്സുകാരും എല്ലാം ഇത് ചെയ്യും. അപ്പൊ ഇത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ടെക്നോ പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. അതാണ് ഇതൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിങ്ങിന്റെ ഒരു സ്ഥലത്ത് ഒരു സമുച്ചയം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനികൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ബാംഗ്ലൂരിൽ അതാണ് സംഭവിച്ചത്. ബാംഗ്ലൂരിൽ പല വിധത്തിലുള്ള കമ്പനികൾ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്കും അവർ പുതിയ കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങി, അതിൽ നിന്നുള്ള എംപ്ലോയീസ്. അതൊന്നും ടെക്നോ പാർക്ക് അത് ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ കേരളം ഉടനീളം വേറെ ടെക്നോ പാർക്കുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. അപ്പൊ അത് ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ഭാഗ്യവശാൽ കിട്ടിയ ഒരു മൂവ്, നിർഭാഗ്യവശാൽ നമ്മൾ അത് കൊണ്ട് ഒരിടത്ത് എത്തിക്കാൻ പറ്റിയില്ല. അത് ചുരുക്കത്തിൽ താങ്കൾ പറയുന്നത് ഇവിടെ പ്രൈവറ്റ് സെക്ടറിന്റെ കയ്യിലായിരുന്നു കുറെ കൂടി ഡെവലപ്മെന്റ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അതാണ് ബാംഗ്ലൂരിൽ സംഭവിച്ചത്. അതെ. പക്ഷെ അതേസമയം പബ്ലിക് സെക്ടറിനും ഇതിന് റോൾ പങ്കുണ്ടല്ലോ. ഉണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? പബ്ലിക് സെക്ടറാണ് എപ്പോഴും ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പബ്ലിക് സെക്ടറാണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സിലാണ് എക്കോണമി ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഞാനിപ്പം ടെക്നോ പാർക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയിലേക്ക് കിടക്കാം. ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോൺസെപ്റ്റായിരുന്നു. ആ കോൺസെപ്റ്റിൽ ഇവിടെ തന്നെ അതിനെ വളരാനായിട്ട് അനുവദിച്ചിരുന്നെങ്കിൽ, ഇവിടെ അന്നും പിന്നെ MPs ഉണ്ട്, MLAമാരും എല്ലാവരും ഉണ്ടായിരുന്നു അന്നും. അതിനെ പ്രോപ്പറായിട്ട് വളരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ബാംഗ്ലൂരോട് കിടപിടിക്കാൻ കഴിഞ്ഞേനെ. എന്തായാലും അത് പോയി. ഒരു സർക്കാർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജഭരണകാലത്ത് തിരുവിതാംകൂർ തന്നെ ഇന്ത്യക്ക് ഒട്ടാകെ ഒരു എക്സാമ്പിളായിരുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കാത്ത സംരംഭങ്ങളില്ല. FACT കൊച്ചിൻ ഡിവിഷൻ, FACT ട്രാംകൂർ കൊച്ചിൻ കെമിക്കൽസ്, ഇൻഡാൽ മുതലായ കമ്പനികളും പിന്നെ കുണ്ടറ സെറാമിക്സ്, അതുപോലെ തന്നെ ട്രാംകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ്, നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്ന KSRTC, ഇതൊക്കെ അവർ തുടങ്ങിയതാണ്. എന്തൊരു വീക്ഷണമായിരുന്നു അവർക്ക് മനസ്സിലായിരുന്നു അത് അവർ ഇൻവെസ്റ്റ് ചെയ്താലേ അത് തുടങ്ങി ഒരുപാട് പിന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ പാർവതി പുത്തനാർ കനാൽ അന്ന് ഒരു ബാക്ക് ബോൺ, ഒരു ട്രാൻസ്പോർട്ടേഷൻ ബാക്ക് ബോണായിട്ടാണ് അന്ന് അവർ ഡെവലപ്പ് ചെയ്തിരുന്നത്. അതൊരു മാൻമെയ്ഡ് കനാലാണ്, അല്ലാതെ നാച്ചുറൽ കനാലല്ല അത്. അപ്പം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നമ്മളെ കാണിച്ചതാണ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സൈഡിൽ നോക്കുകയുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എയിൻസ്റ്റൈനെ വൈസ് ചാൻസലറായിട്ട് വിളിക്കുവാൻ നമുക്ക് ഉള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് ഗോൾഫ് ക്ലബ്ബ്, ഇതൊക്കെ റിക്രിയേഷൻ എല്ലാ മേഖലകളിലും അവർ ഒരു ഹോളിസ്റ്റിക്കായിട്ട് ചിന്തിച്ച് പോയതാണ്. പക്ഷേ ആ ഒരു പ്രവണത നമുക്ക് പിന്നെ വന്ന് നമ്മളുടെ പിന്നെ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സിന് തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ദൗർഭാഗ്യകരം തന്നെയാണ്. മാത്രമല്ല താങ്കൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സ് MPs പലരും ലോക്കൽസ് അല്ല. അപ്പൊ അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റോ ഒരു എന്താ പറയേണ്ടത് എനിക്കറിയില്ല, ഒരു ഇൻട്രസ്റ്റോ കുറവായിരുന്നിരിക്കാം. രാജീവിനെ സപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ 18 റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. 17 ലോക്സഭയ്ക്ക്. അതിൽ 8 റെപ്രസെൻറ്റേറ്റീവ്സ് തിരുവനന്തപുരത്തുകാരല്ല. 3 റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വന്ന ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. ഇപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്നത് തിരുവനന്തപുരത്തുകാരനെ അല്ല. പക്ഷേ അതിൽ വ്യത്യാസം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പഴയ കാലത്തും പിന്നെ ഭൂതകാലത്തുണ്ടായിരുന്ന പിന്നെ വികസനത്തിനെ പറ്റി നമുക്ക് ഇവിടെ ചർച്ച നിർത്താം. അടുത്ത വീഡിയോയിൽ പിന്നെ എന്താണ് തൽക്കാലം ഉള്ളത് ഭാവിയിലേക്ക് എന്നുള്ളത്. നമസ്കാരം.